വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ചെത്തി ബീച്ച്, ആലപ്പുഴയിലെ ഫിഷേഴ്സ് മാത്രം വസിക്കുന്ന ചെത്തി ബീച്ച്. സൂപ്പറായിട്ടുണ്ടായിരുന്നു. അത് ആരാണ് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് കാണൂ, അതുൽ ഷാജി. ഇത് ഈ സ്ഥലം അതുലിൻ്റെ ഏരിയ ആണ്. ഈ തെങ്ങുകളുടെയൊക്കെ ഇടയുടെ അപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ ഭവനം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അതുലിൻ്റെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കാം. ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ് ഇവിടെ. ഞങ്ങൾ +2 കഴിഞ്ഞ സമയത്തൊക്കെ ഇവിടെ വന്നപ്പോൾ അധികം ഇത്രയും ഒരു മോഡേൺ അല്ലായിരുന്നു. ഇപ്പോൾ കുറേ കല്ലുകളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു ഇന്ന് രാത്രിയിലത്തേക്ക് മീൻ പിടിക്കാൻ പോകുന്ന ടീംസാണെന്ന് തോന്നുന്നു. വലയൊക്കെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ ആലപ്പുഴ ബീച്ച് ഉണ്ടല്ലോ, ആലപ്പുഴ ബീച്ചിനെക്കാട്ടി ആലപ്പുഴ പോട്ടെ, മാരാരിക്കുളം ബീച്ചിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ ലുക്കിംഗ് ആണ് ചെത്തി ബീച്ച്. കാണാനാണെങ്കിൽ തന്നെ സൺസെറ്റ് കാണാനാണെങ്കിലും നൈസായിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലത് അങ്ങോട്ട് ഇങ്ങനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി അങ്ങ് വരെയൊക്കെ പോകാം. നമുക്ക് പോകാം കേസ്. ഞാൻ ഈ വീഡിയോ തന്നെ കാണിച്ചു തരാം കേസ്. ഇവിടെ കുറച്ച് ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ട്. ഗൈസ്, എനിക്ക് അതുൽ ഷാജി പുതിയൊരു ഐഡിയ തന്നു. നമ്മുടെ ചാനലിൽ ഇനി ഇംഗ്ലീഷിൽ കൂടെ സംസാരിക്കണമെന്നാണ് പറയുന്നത്. 1K സബ്സ്ക്രൈബേഴ്സ് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ 2 ഭാഷ സംസാരിക്കും. ഒന്ന് മലയാളത്തിലും ഒന്ന് ഇംഗ്ലീഷിലും. മീൻസ് നമുക്ക് നമ്മുടെ ഫോറിൻ സബ്സ്ക്രൈബേഴ്സിന് ഇംഗ്ലീഷ് വേണം നമുക്ക് പറയാം. എല്ലാവർക്കും മനസ്സിലാകത്തില്ല. സ്റ്റേ ട്യൂൺ. ഒരു 1 മന്തിക്കുള്ളിൽ കൊതും വലുതോ ഗൈസ്. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് പുതിയൊരു ഇൻഫർമേഷൻ, ഒരു അറിവ് കിട്ടി. എത്ര സൂമാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഈ സൂം ചെന്ന് നിൽക്കുന്ന സ്ഥലമാണ് മാരാരിക്കുളം ബീച്ച്. ഇവിടെ നമ്മൾ 0.5 ഇടുമ്പോൾ നേരെ നമ്മൾ ചെത്തി ബീച്ചിലോട്ട് വരും. ദാറ്റ്സ് എ ഡിഫറൻസ്. ഇവൻ എൻ്റെ ബ്ലോഗിങ് ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് പറയുന്നത്. ഇവൻ അങ്ങ് ബാൻ ചെയ്തിട്ട് ഗൈസ്. ഇവൻ്റെ ID കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ സൈഡിലായിട്ട് വരും. ഈ സൈഡിൽ അതുൽ ഷാജിയുടെ ID വരും. ഇപ്പം വന്നു ഇവിടെ വന്നു. വാവ്, ഒരു പക്ക സീനറി തന്നെ ഗൈസ് കാണാൻ. ടോപ്പ് നോച്ച് ഗൈസ്. എൻ്റെ ബ്ലോഗ് സ്റ്റൈൽ കണ്ട് അതുൽ ഷാജി ഇമ്പ്രസീവ് ആയിരിക്കുന്നു അല്ലേ? തംസ് അപ്പ്. കണ്ട് വെള്ളം പോയി. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് കുറച്ച് ചെത്തി ബീച്ചിൻ്റെ വിഷ്വൽ ഭംഗിയിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അതുൽ ഷാജി വീണ്ടും ഒരു കാര്യം പറഞ്ഞു തന്നു. 100K ആയാൽ ഇവൻ നേരെ കടലിലേക്ക് ചാടുന്നതാണ് ഗൈസ്. ഇങ്ങോട്ടേക്ക് ഞാൻ ചാടും ഗൈസ്. എപ്പോൾ 100K ആവുന്നു ഐ വിൽ കം ഹിയർ. ഇവിടെ നിന്നെടുത്ത് നേരെ ചാടുന്നു കടലിലേക്ക്. എന്നിട്ട് ഞാൻ ഇതുവഴി നീന്തി ഇതുവഴി കയറി ഇവിടെ വന്നു. അവിടെ നിന്ന് നമ്മൾ 100Kയുടെ കേക്ക് മുറിക്കുന്നു. ഓക്കെ. ഗൈസ്, ഈ സൺസെറ്റ് ഗൈസ് എന്നെ ക്രൂരമായ ഓരോ വൈറൽ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നു അതുൽ ഷാജി. ആ ക്രെയിനിൽ ഞാൻ തൂങ്ങിക്കിടക്കാൻ ഞാൻ ചെയ്യണോ ഗൈസ്? ചെയ്യണോ? വേണ്ടല്ലേ? ഇല്ല, ഞാൻ ചെയ്യില്ല നിങ്ങൾക്ക് വേണ്ടി. ഗൈസ്, നമ്മളിപ്പോൾ ചെത്തി ബീച്ചിൽ നിൽക്കുമ്പോൾ നമുക്കുള്ള സബ്സ്ക്രൈബേഴ്സ് 54, വെറും 54. ഇത് എത്രയാവും? 54 മില്യൺ ആക്കണ്ടേ നമുക്ക് ഗൈസ്? ഗൈസ്, ദിസ് ക്രെയിൻ വാസ് സോ ബിഗ്. അത്യാവശ്യം നല്ലൊരു ക്രെയിനാണിത് ഗൈസ്. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് ഈ ക്രെയിൻ കാണുമ്പോൾ എൻ്റെ കോയമ്പത്തൂർ ഡേയ്സാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ബിക്കോസ് ഇതിൻ്റെ ഓരോ പാർട്സൊക്കെ ഇല്ലേ, ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരാം. ഇപ്പോൾ ഈ ഒരു ക്രെയിൻ നമുക്കിത് കാണുമ്പോൾ നമുക്ക് ക്രെയിനായിട്ട് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ഇത് ഓരോന്നും ഓരോരോ പാർട്ടുകളാണ്. മീൻസ് ഈ ഒരു ക്രെയിനിൻ്റെ ഒരു ലെങ്ത് കണ്ടില്ല, അതിന് ഓരോന്നിനും പ്രിസൈസ് ആയിട്ടുള്ളൊരു സൈസാണ്. ആ സൈസിനനുസരിച്ച് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇത് നമ്മൾ ഫാക്ടറി നമ്മുടെ വെയർ ഹൗസിലൊക്കെ നമ്മളിത് പ്രൊഡക്ഷൻ ചെയ്യുമ്പം അതിനനുസരിച്ചുള്ള എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഇത് ഓരോന്നും മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ ഈ ഒരു പാർട്ടില്ല, ഈ ഒരു പോർഷൻ ഇത് തന്നെ നമ്മുടെ JCBയുടെ ആയിരുന്നു എൻ്റെ വർക്ക് കാര്യങ്ങൾ. മീൻസ് അതിൻ്റെ ഡിസൈൻ നമുക്ക് തന്നിട്ട് അതുപോലെ നമ്മൾ മേക്ക് ചെയ്യണം. ഡിസൈൻ അനുസരിച്ചുള്ള ലെങ്തിലും വിഡ്ത്തിലും എല്ലാം നമ്മൾ മെഷീനിലിട്ട് ഓരോ കാര്യങ്ങളൊക്കെ
സംഭവങ്ങളൊക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. സോ എനിക്കത് കാണുമ്പം അയവിറക്കാൻ തോന്നും. ഇനി മേലെ ഞാനൊരു പണിക്ക് പോകത്തില്ല, അത് വേറെ കാര്യം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടും ക്യാമ്പസ് സെലക്ഷനിൽ പ്ലേസ്മെൻറ്റ് കിട്ടിയതുകൊണ്ടും പണിക്ക് പോയി, അല്ലെങ്കിൽ പോകത്തില്ലായിരുന്നു. അല്ല ഞാൻ അതിന് മുമ്പ് വ്ലോഗ് തുടങ്ങിയത്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് കുറച്ച് വ്യൂസ് കാണാം. ഗൈസ് ഞങ്ങളങ്ങനെ നടന്ന് ചെത്തി ബീച്ചിൻ്റെ അറ്റം വന്നിരിക്കുകയാണ്. എൻഡ് ഓഫ് ചെത്തി ബീച്ച് ഐ വിൽ ഷോ യു. യാ ഗൈസ്, ഫൈനലി വി ആർ ഇൻ ദ ടിപ്പ് ഓഫ് ദ സീ. ഓക്കെ, നമ്മൾ എൻഡ് ഓഫ് ദ സീ വന്നിരിക്കുകയാണ്. ഇതാണ്, ഇവിടെയാണ് മാരാരി അല്ല ചെത്തി ബീച്ച് തീരുന്നത്. യാ ഗൈസ്, നമ്മളിപ്പോൾ അവിടെ നിന്ന് തിരിച്ച് ബാക്ക് ടു കരയിലേക്ക് വന്നിരിക്കുകയാണ്. അത്യാവശ്യം ഇപ്പോൾ കുറച്ച് ആളൊക്കെ ആയി തുടങ്ങി. ഇവിടെ ഇത്രയും നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ ടൂറിസത്തിൻ്റെ വളർച്ചയിലൊക്കെ ഇത് ശരിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നേരത്തെ ആലപ്പുഴ ബീച്ച് ആയിരുന്നു ഉള്ളി. ആലപ്പുഴയിൽ മെയിനായിട്ട് ആലപ്പുഴ ബീച്ച് തന്നെയായിരുന്നു. ഇപ്പം നിറയെ സ്ഥലങ്ങൾ വരുന്നുണ്ട്. ഇപ്പം വാടക്കൽ ബീച്ച് കിടലായിട്ട് വരുന്നുണ്ട്. നൈറ്റ് ലൈഫും പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ചെത്തി ബീച്ചും യാ മോസ്റ്റ് പ്രോബബ്ലി ഒരു 2 to 3 ഇയേഴ്സിനുള്ളിൽ ഇവിടവും സെറ്റപ്പ് ആവും. കടലും കാര്യങ്ങളും റിസോർട്ടും കാര്യങ്ങളൊക്കെ വരും. കടയും റിസോർട്ടുകളും വരും. അത്യാവശ്യം കൊള്ളാം. ഇത് കിടലൻ ഏരിയ ബ്രോ. ഇത് ചിലപ്പോൾ ചെത്തി ബീച്ചിനെ കുറിച്ച് ഫസ്റ്റ് വ്ളോഗ് ചെയ്യുന്ന കേരളത്തിൽ നിന്ന് ഞാനായിരിക്കും. യെസ്, ഐ എം ആർജെ. ഇനി ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ പോയി ഒന്നിരുന്ന് വിശ്രമിക്കട്ടെ. ഞങ്ങളുടെ ഫ്യൂച്ചർ വ്ളോഗിങ് പ്ലാൻസിനെ കുറിച്ച് സംസാരിച്ചിട്ട് വരാം. ഓക്കെ, ബൈ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ചെത്തി ബീച്ചിൽ നിന്ന് നേരെ അതുൽ ഷാജിയുടെ വീട്ടിലോട്ട് വന്നു. ഇവിടെ നിന്ന് നേരെ ആലപ്പുഴയ്ക്ക്. അപ്പോൾ ഓക്കെ ബൈ. ഇതാണ് എൻ്റെ വീട്. ഈ വീടിനെക്കുറിച്ച് വി ഹാവ് എ സ്റ്റോറി ടു ടെൽ. ഇതിൻ്റെ പെരവാസ്തൂരി മീൻസ് ഹൗസ് വാമിങ്ങിന് വന്നൊരു കഥയുണ്ടായിരുന്നു. ഞങ്ങൾ +1 പഠിക്കുന്ന സമയത്ത്, +1 ഇതിൻ്റെ ഹൗസ് വാമിങ്. ആ സമയത്ത് ഞങ്ങൾ ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ് 2 ഡിവിഷൻ, കൊമേഴ്സ് 3 ഡിവിഷനുകളായിരുന്നു. ഇതെല്ലാവരും കൂടി ഒരുമിച്ച് വന്നതാണ് ഈ ഒരു വീടിൻ്റെ ഹൗസ് വാമിങ്ങിന്. സോ ദിസ് ഹോം ഹാഡ് എ സ്റ്റോറി ടു ടെൽ യു. അപ്പോൾ ഓക്കെ ബൈ.